ഹായ് ഹലോ, ഇന്നൊരു ഉള്ളിപ്പൂ തോരൻ്റെ റെസിപ്പി ആയാലോ. ഉള്ളിപ്പൂ അല്ലെങ്കിൽ ഉള്ളിത്തണ്ട്, സ്പ്രിംഗ് ഒനിയൻ എന്ന് ഇംഗ്ലീഷിലും പറയും. അങ്ങനെ ഇത് വെക്കുന്നൊന്ന് കണ്ടാലോ. ഇതേപോലെ ഇങ്ങനെ കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കണം. ഉള്ളിത്തണ്ട്, ഒരു വലിയ സവോള, 2 പച്ചമുളക് എന്നിവയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. പതിവ് പോലെ തന്നെ നമ്മുടെ കടുകൊക്കെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളുടെ ടേസ്റ്റ് കൂട്ടുന്ന മെയിൻ സാധനമാണ് നമ്മുടെ ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ടും സവോളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കുറേ നേരം വേവിക്കേണ്ടതുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ബീൻസ്, ഒടിയമ്പയറൊക്കെ തോരൻ വെക്കുന്ന അതേപോലെ തന്നെയാണ് ഈ ഉള്ളിത്തണ്ടും തോരൻ വെക്കുന്നത്. നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ തോരനുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ സൈഡായിട്ട് വേണ്ടതില്ല. നല്ല ടേസ്റ്റാണ്. പിന്നീട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില എത്രത്തോളം ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂട്ടത്തതേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചു. എന്നിട്ട് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, കുഞ്ഞു ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരപ്പ് തയ്യാറാക്കാം. ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഈ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷമാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ആ അരപ്പ് ഫുള്ളായിട്ട് നമ്മുടെ തോരനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ സ്വാദിഷ്ടമായ തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.